ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല വീണ്ടും വിവാദങ്ങളിൽ ഇടം പിടിക്കുകയാണ്. ഇത്തവണ അവിടെ നിന്ന് വളരെ ആക്ഷേപകരമായ ഒരു മുദ്രാവാക്യം ഉയർന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. JNU വീണ്ടും വിവാദങ്ങളിൽ ഇടം പിടിക്കുകയാണ്. ഇത്തവണ ഒരു മുദ്രാവാക്യത്തിൻ്റെ പേരിലാണ് വലിയ കോലാഹലങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ആക്ഷേപകരമായ ഒരു മുദ്രാവാക്യമാണ് അവിടെ നിന്ന് ഉയർന്നു കേട്ടത്. മോദി ഷാ കി ഖബർ കുദേംഗെ JNU കി ധർത്തി പർ എന്നായിരുന്നു ആ മുദ്രാവാക്യം. അതായത് മോദിയുടെയും അമിത്ഷായുടെയും ശവക്കുഴികൾ JNUവിൻ്റെ മണ്ണിൽ തോണ്ടും എന്നായിരുന്നു ഈ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം. ഇത് സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഒരു കൊലവിളി മുദ്രാവാക്യമാണ് എന്ന രീതിയിൽ പരാതി ഉയർന്നു. അങ്ങനെ ഉയർന്നാൽ അതിനെ തെറ്റു പറയാനും ആകില്ല. JNUവിൽ സ്വതവേ അവിടെ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് വലിയ ഒരു സ്വാതന്ത്ര്യം നൽകുന്ന ക്യാമ്പസായിരുന്നു. വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഈ ഒരു സ്വാതന്ത്ര്യം അവിടുത്തെ വിദ്യാർത്ഥികൾ ആസ്വദിച്ചിരുന്നു. പ്രത്യേകിച്ച് PhDയും അതുപോലെ ഗവേഷണ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളായതിനാൽ അവർക്ക് കുറെ കൂടി വിമർശനാത്മക സ്വഭാവം ഉണ്ടാകും എന്ന കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് അന്ന് എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് നൽകുകയും ചെയ്തിരുന്നു. JNUവിലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അതൊക്കെ നേരിൽ കാണാനും മനസ്സിലാക്കാനും എനിക്ക് കഴിയുകയും ചെയ്തിരുന്നു. അന്നും ഇതുപോലെ പലതരത്തിലുള്ള ഞാനവിടെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടങ്ങളിലും പലതരത്തിലുള്ള വിവാദങ്ങൾ ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരം കൊലവിളി മുദ്രാവാക്യങ്ങൾ അവിടെ നിന്ന് ഉയർന്നു വന്നതായി ആ ഘട്ടത്തിൽ ഒന്നും ഓർമ്മയില്ല. പലപ്പോഴും ചില നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില വിമർശനങ്ങളൊക്കെ രാജ്യവിരുദ്ധമാണ്, രാജ്യ താല്പര്യത്തിനെതിരാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി ഒരു കാലത്തും JNUവിൽ ഉണ്ടായിരുന്നില്ല. കൊലവിളി പ്രസംഗങ്ങൾ, കൊലവിളി മുദ്രാവാക്യങ്ങളൊന്നും JNUവിൻ്റെ ഒരു ശൈലിയിലേ ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലായ്പ്പോഴും വിവിധ ഹോസ്റ്റലുകളിലായി രാത്രികാലങ്ങളിൽ ചർച്ചകൾ സംഘടിപ്പിക്കാറുണ്ട്. വളരെ പ്രമുഖരായ ആളുകൾ ഈ ചർച്ചകളിൽ വന്ന് പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ വിദ്യാർത്ഥികൾക്ക് ചോദ്യം ചോദിക്കാമായിരുന്നു, അവരുടെ നിലപാടുകൾ പറയാനും കഴിയുമായിരുന്നു. അത് എല്ലായ്പ്പോഴും ഒരു നിരീക്ഷണ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം അത് പലപ്പോഴും വിമർശനാത്മകമായി ഒക്കെയാണ് അത് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും അത് രാജ്യ നിലപാട് എന്നതിനോട് യോജിച്ചു പോയിരുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു. പക്ഷേ ഒരിക്കലും ഈ അക്രമങ്ങൾ അന്നൊന്നും ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നിട്ടേ ഇല്ല എന്നാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്. ഏതായാലും ക്യാമ്പസിൽ കഴിഞ്ഞിടെ നടന്ന ഒരു പ്രതിഷേധത്തിൽ ആക്ഷേപകരമായ ഈ മുദ്രാവാക്യം ഉയർന്നു. അതിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം എന്ന് വേണമെങ്കിൽ കരുതാവുന്നത് JNU സ്റ്റുഡൻസ് യൂണിയൻ്റെ ഭാരവാഹികൾ കൂടി ഇതിൻ്റെ ഭാഗമായിരുന്നു എന്നതാണ്. അവിടുത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധമുള്ള വിദ്യാർത്ഥികളും ഇതിൻ്റെ ഭാഗമായിരുന്നു എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ JNU സ്റ്റുഡൻസ് യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ഡാനിഷ് അലിയുടെ പേര് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതുപോലെ സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രസിഡൻറ്റ് അദിതി മിശ്രയുടെ പേര് പറയുന്നുണ്ട്. അതുപോലെ സ്റ്റുഡൻസ് യൂണിയൻ്റെ വൈസ് പ്രസിഡൻറ്റ് ഗോപിക കെ ബാബുവിൻ്റെ പേര് പറയുന്നു. അതുപോലെ ജനറൽ സെക്രട്ടറി സുനിലിൻ്റെ പേരും ഒക്കെ ഈ വിവാദ പരാമർശം നടത്തിയ കൂട്ടത്തിൽ ഉള്ളവരെന്ന നിലയിലാണ് പറയുന്നത്. ഏതായാലും ഈ മുദ്രാവാക്യങ്ങൾ പ്രകോപനപരമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. JNU ഭരണ സംവിധാനം തന്നെ ഇത് സുപ്രീം കോടതിയെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലാണ് എന്നാണ് ഈ മുദ്രാവാക്യങ്ങളെ കാണുന്നത്. സർവകലാശാല അധികൃതർ തന്നെ നടപടി ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. യൂണിയൻ ഭാരവാഹികൾക്ക് പുറമെ മറ്റ് നിരവധി വിദ്യാർത്ഥികളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്നു. സാദ് അസ്മി, അതുപോലെ പക്കീസ ഖാൻ, കൺഷിക് ശശാങ്ക് തുടങ്ങിയവരുടെ പേരുകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് JNU അഡ്മിനിസ്ട്രേഷൻ പോലീസിനോട് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളിലുള്ളവരാണ്, ആ ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരാണ് ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യം മുഴക്കിയത് എന്ന് JNU അഡ്മിനിസ്ട്രേഷൻ പേരെടുത്ത് പറയുകയും ചെയ്യുന്നു. തിങ്കളാഴ്ച രാത്രിയാണ് സർവകലാശാല ക്യാമ്പസിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുന്നത്. JNUവിൽ നമുക്കറിയാം പല ഹോസ്റ്റലുകൾ ഉണ്ട്. അതിൽ ഒരു ഹോസ്റ്റലാണ് സബർമതി ഹോസ്റ്റലിൻ്റെ അവിടുത്തെ ഹോസ്റ്റലുകളെല്ലാം പല നദികളുടെ പേരിലാണ്. പെരിയാർ, ഗംഗ, കാവേരി, ബ്രഹ്മപുത്ര എന്ന പേരുകളിലാണ്. ഞാൻ അവിടെ താമസിച്ചിരുന്നത് ബ്രഹ്മപുത്ര ഹോസ്റ്റലിലാണ്. അപ്പോൾ എല്ലാ ഹോസ്റ്റലുകൾക്ക് സമീപത്തായും ചെറിയ ഒരു ചായക്കടയും കുട്ടികൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒക്കെയുള്ള സൗകര്യമുള്ള ഒരു ഡാബയുണ്ടാകും. അങ്ങനെ ഈ സബർമതി ഹോസ്റ്റലിന് സമീപത്തുള്ള ഒരു ഡാബയിൽ ആണ് ഈ യോഗം സംഘടിപ്പിച്ചത്. പലപ്പോഴും ഈ ഡാബകളിൽ വൈകുന്നേരങ്ങളിൽ വിദ്യാർത്ഥികൾ അവിടെ വന്നിരിക്കുകയും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അതുവഴി പോകുന്ന അധ്യാപകരെ വിളിച്ചിരുത്തി അന്ന് പഠിപ്പിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ അവരുടെ സിലബസിന് പുറത്തുള്ള വിഷയങ്ങൾ പോലും അവിടെ ഇരുത്തി വിശദമായി ചോദിച്ച് മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഡാബകൾ JNUവിൽ. അത് രാവിലെ 3 മണിവരെയൊക്കെ ഉണ്ടാകും. അതിൽ ആൺകുട്ടികളും
പെൺകുട്ടികളുമൊക്കെ ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ട് അവിടെ ചർച്ചകളൊക്കെ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ അന്ന് തൊട്ടേ കാണാമായിരുന്നു. അത് പുറത്തുനിന്ന് വന്ന പല ആളുകൾക്കും ഇത് അത്ഭുതമായിരുന്നു. കാരണം രാത്രികാലങ്ങളിൽ അധ്യാപകരെയൊക്കെ ഡാബിയിലിരുത്തി, അല്ലെങ്കിൽ ഇത് തട്ടുകടകൾ പോലുള്ള സംവിധാനമാണ്, അവിടെ ഇരുത്തി വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ ഉത്തരങ്ങൾ പറയുകയും അപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഉള്ള വിയോജിപ്പുകൾ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ. ഇപ്പോൾ അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അവിടെ പ്രതിരോധത്തിൻ്റെ രാത്രി എന്ന പേരിൽ, ഗറില്ല ധാബയുമായുള്ള ഒരു പ്രതിരോധത്തിൻ്റെ രാത്രി എന്ന പേരിൽ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. അവിടെയാണ് ഈ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കാരണം 2020 ജനുവരി 5 JNUവിൽ ഒരു അടിപിടി നടന്നിരുന്നു. ആ ക്യാമ്പസ് ആക്രമണത്തിൻ്റെ ഒരു ദിനം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കാരണം JNU ഒരു ഘട്ടത്തിലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ക്യാമ്പസ് ആയിരുന്നില്ല. അവിടെ അടിപിടികൾ പാടില്ല എന്നൊരു നിലപാട് പ്രധാനമായി ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. വിദ്യാർത്ഥി പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ അത് വളരെ കൃത്യമായി അതാണ് ശരി എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. കാരണം ഡൽഹി പോലൊരു സ്ഥലത്ത് പുറത്തുനിന്ന് ആളുകൾ വന്ന് വിദ്യാർത്ഥികളെ അടിക്കുന്ന രീതിയൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് വിദ്യാർത്ഥി പരിഷത്ത് മുന്നോട്ട് വച്ചിരുന്ന അവർക്കായിരുന്നു അതിന് കൂടുതൽ ശക്തിയും കരുത്തും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുറത്ത് നാളെ കൊണ്ടുവരാനോ അടിക്കാനോ ഒക്കെ കഴിവുണ്ടായിരുന്ന സംഘടനകൾ, ഇപ്പോൾ JNUവിലെ ABVP ആയാലും NSU ആയാലും അവരൊക്കെ ഇതിൽ നിന്ന് വിട്ടുനിന്നു. ആളുകളെ പുറത്തുനിന്ന് ക്ഷണിച്ചു വരുത്തി ഇവിടെ അക്രമങ്ങൾ നടത്തുന്ന ഒരു രീതി അവിടെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2020 ഇന്ത്യയെ ആകെ ഞെട്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട്, അക്കാഡമിഷ്യയെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് അവിടെ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി എന്നൊരു വാർത്ത വരുന്നു. വലിയ വാദപ്രതിവാദങ്ങൾ അവിടെ നടക്കാറുണ്ട്. JNU SUവിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരുമ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ അവിടെ പ്രസംഗിക്കുകയും ആ പ്രസംഗിച്ചു കഴിഞ്ഞാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അവരോട് ചോദ്യം ചോദിക്കാനുള്ള അവസരം നൽകുകയും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് അവിടെ വിദ്യാർത്ഥികളെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൻ്റെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാനൊക്കെ എനിക്കും അവസരം ലഭിച്ചിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ കണ്ടിരുന്നത് ഞങ്ങളെയൊക്കെ വളരെ ശക്തമായി വിമർശിക്കുന്ന ഇടത് നേതാക്കൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ ഉത്തരം പറയുന്നത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ കൂടിയും അവരതിനെ ശക്തമായി വിമർശിക്കുക എന്നതിനപ്പുറത്തേക്ക് അവരൊരിക്കലും ആളുകളെ ആക്രമിക്കുക എന്നൊരു രീതി ഉണ്ടായിരുന്നില്ല. ഞാനവിടെ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ വിജു കൃഷ്ണനെ പോലുള്ളവർ JNUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഇന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്നു വിജു കൃഷ്ണൻ. അതുപോലെ നിരവധി പ്രമുഖർ അവിടെ എനിക്ക് മുൻപേയും പിന്നും ഒക്കെ അവിടെ നിന്ന് പഠിച്ചിറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഈ ജനുവരി 5 നടക്കുന്ന ഈ സംഭവത്തിന് മുൻപേ അങ്ങനെ വലിയ അക്രമങ്ങൾ അവിടെ നടന്നു എന്നത് ആർക്കും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ സംഭവത്തിനിടയിൽ മറ്റൊരു കാര്യം കൂടി നടക്കുകയാണ്. 2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ JNUവിലെ മുൻ വിദ്യാർത്ഥി നേതാക്കളായിരുന്ന ഉമർ ഖാലിദിനും അതുപോലെ ഷർജീലിനും സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു. അന്നും ആ വിഷയം അവിടെ ചർച്ചയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ വിഷയത്തോടുള്ള ഒരു പ്രതിഷേധമെന്ന രീതിയിൽ ആണ് ഈ മുദ്രാവാക്യം ഉയർന്നത്. അപ്പോൾ ആ മുദ്രാവാക്യം പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും എതിരെയായിരുന്നു. അത് സർവകലാശാലയെ വലിയ തോതിൽ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു കൊലവിളി മുദ്രാവാക്യമായിരുന്നു എന്ന ആക്ഷേപമാണ് ശക്തിപ്പെടുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തു. ഏതായാലും JNU ഒരു കാര്യം വ്യക്തമാക്കുന്നു, അവിടെ നിയമവിരുദ്ധമായി പെരുമാറാനോ ദേശവിരുദ്ധമായി പ്രവർത്തിക്കാനോ ആരെയും അനുവദിക്കില്ല. JNUവിൻ്റെ പ്ലാറ്റ്ഫോം അത്തരം ചിന്തകൾക്ക് ഒരു വേദിയാക്കാൻ സമ്മതിക്കില്ല എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. സംസ്കാര സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ മൗലികമാണെങ്കിലും, അതൊക്കെ മൗലിക അവകാശമാണെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിലും വളരെ ക്രിയാത്മകവും ക്രിട്ടിക്കലായും ആളുകളെ അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കിക്കാണാനൊക്കെ ഉള്ള അവസരം ഉണ്ടെങ്കിലും ഇതുപോലെ ഉള്ള ഭീഷണിയുടെ സ്വരം, വിദ്വേഷത്തിൻ്റെ സ്വരം, കൊലവിളി മുദ്രാവാക്യങ്ങൾ അവിടെ ഉയരാൻ പാടില്ല. അതിന് ഒരു ഇടമായി ക്യാമ്പസുകൾ മാറാൻ അനുവദിക്കാൻ പാടില്ല എന്ന നിലപാട് രാജ്യമെമ്പാടും ശക്തമായി ഉയരുകയാണ്. സർവകലാശാലയുടെ അധികൃതരും ഈ കാര്യത്തിൽ ആ ഒരു ശക്തമായ നിലപാട് പറയുകയാണ്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്ന് സർവകലാശാല വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം JNUവിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു രീതി അതാണ്. ഏതെങ്കിലും തരത്തിലുള്ള വയലൻസിലേക്ക്, ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ആ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുന്ന അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ട്. ആഭ്യന്തര അന്വേഷണം അവിടെ നടക്കും. സാധാരണഗതിയിൽ എന്തെങ്കിലും അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ വിദ്യാർത്ഥികളുടെ ജനറൽ ബോഡി വിളിച്ച് ആ യോഗവും ഈ വിഷയം സംസാരിക്കും.
എന്നിട്ട് വിദ്യാർത്ഥികൾ കൂട്ടായ ഒരു തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത്. വസന്ത് കുഞ്ച് പോലീസ് സ്റ്റേഷനിലേക്ക് JNU അധികൃതർ തന്നെ ഒരു പരാതി നൽകിയിരിക്കുന്നു. ഭരണഘടനാ സ്ഥാനങ്ങളോടുള്ള മനഃപൂർവ്വമായ അനാദരവ് പ്രതിഫലിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് അങ്ങേയറ്റം ആക്ഷേപകരവും പ്രകോപനപരവുമാണ് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ മുദ്രാവാക്യങ്ങൾ വിദ്യാർത്ഥികൾ വിളിച്ചു എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ആ മുദ്രാവാക്യങ്ങൾ മനഃപൂർവ്വമല്ല എന്നാണ് ഇപ്പോൾ JNU സ്റ്റുഡൻസ് യൂണിയനിലെ നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതൊരു സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു കൗതുകം എന്ന രീതിയിലൊക്കെ വിളിച്ചതാണ്, അല്ലാതെ ആരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം അല്ല എന്ന് JNU സ്റ്റുഡൻസ് യൂണിയൻ നേതാക്കൾ പറയുമ്പോഴും അത് അങ്ങനെ കണ്ട് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം വളരെ മുതിർന്ന വിദ്യാർത്ഥികൾ, വളരെ ഉത്തരവാദിത്വ ബോധമുള്ള വിദ്യാർത്ഥികളാണ് JNUവിനകത്തുള്ളത്. പ്രത്യേകിച്ച് ഗവേഷണ വിദ്യാർത്ഥികളാണ്. സാധാരണ നമ്മുടെ LKG വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാർത്ഥികൾ പോലും വളരെ കുറവേ അവിടെയുള്ളൂ. അപ്പോൾ അതിനൊക്കെ മുകളിലുള്ള ബിരുദാനന്തര ബിരുദവും ഗവേഷണവും ഒക്കെ നടത്തുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് കുറേ കൂടി ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം വരണം എന്നാണ് അവിടെ നിന്ന് പൊതുവെ ഉയരുന്ന ഒരു ആക്ഷേപം. അപ്പോൾ അതാണ് ഒരു വലിയ ഗൗരവമായി എടുക്കുന്നത്. ഏതായാലും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അവിടുത്തെ വീഡിയോകൾ കിട്ടുമ്പോൾ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാകും. അതോടൊപ്പം തന്നെ അവിടെ മറ്റ് ആളുകളിൽ നിന്നൊക്കെ ഇതിൻ്റെ തെളിവുകളും ശേഖരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും JNU-SUവിൻ്റെ പ്രസിഡന്റ് അദിതി മിശ്ര ഈ ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയാണ്. 2020 ജനുവരി 5 അവിടെ നടന്ന ഒരു ഏറ്റുമുട്ടലിനെ സംബന്ധിച്ച് അതിനെ അപലപിക്കാൻ വേണ്ടി ചേർന്ന ഒരു യോഗമാണ്. അത് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നതാണ്. അങ്ങനെ സംഘടിപ്പിച്ചപ്പോൾ അവിടെ ചില മുദ്രാവാക്യങ്ങൾ ഉയർന്നു. അത് ചില പ്രത്യയശാസ്ത്രപരമായുള്ള അല്ലെങ്കിൽ അത്തരം സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. അത് ആരെയും വ്യക്തിപരമായി ഉദ്ദേശിച്ചതല്ല എന്നൊക്കെയാണ് അവർ പറയുന്നതെങ്കിലും അത് അങ്ങനെ കണ്ണടയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് JNU ഭരണ സംവിധാനം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായൊരു നടപടി വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാകും എന്ന് പറയുകയും ചെയ്യുന്നു. ഏതായാലും JNU ഈ രാജ്യത്തിൻ്റെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ ഒന്നാണ്. ഏറ്റവും മികച്ച ബൗദ്ധിക തലത്തിൽ, ഏറ്റവും ദാർശനിക തലത്തിൽ ഏറ്റവും മികച്ച ഗവേഷകരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പസാണ്. അത്തരം ഒരു ക്യാമ്പസിൽ ഇങ്ങനെ കൊലവിളികളും അല്ലെങ്കിൽ ഇതുപോലുള്ള മുദ്രാവാക്യങ്ങളും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതികളും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. എത്രയോ കാലങ്ങളായി വ്യത്യസ്ത രാഷ്ട്രീയ ദശകളിൽ നിന്നുള്ളവർ സംവാദങ്ങളിലൂടെ വളർത്തിയെടുത്ത ഒരു JNU സംസ്കാരമാണ് ഈ സർവകലാശാലയ്ക്ക് പറയാനുള്ളത്. അത് ഒരിക്കലും കളങ്കപ്പെടാൻ അനുവദിച്ചുകൂടാ. ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സർവകലാശാലയാണ് JNU. അവിടുത്തെ രാഷ്ട്രീയ ആശയങ്ങൾ ഉള്ള പല വിദ്യാർത്ഥികൾ സംവദിക്കുന്ന രീതി ലോക ജനതയ്ക്ക് തന്നെ, ലോക വിദ്യാർത്ഥി സമൂഹത്തിന് തന്നെ ഒരു വലിയ മാതൃകയാണ്. അത്തരം ഒരു ക്യാമ്പസിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നുകൂടാ എന്നത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.